إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും വളരെ ഗൗരവമായി പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് സിലത്തുർ റഹീം, കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം എന്നാണ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത് കാണാം, അൽ മഅന ഇത്തഖുല്ലാഹ്, അല്ലാഹുവെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ബിതാഅതികും ഇയ്യാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വത്തഖുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നീ സൂക്ഷിക്കണം. അൻ തഖ്തഊഹാ, ആ കുടുംബ ബന്ധത്തെ നീ വിച്ഛേദിക്കുന്നത്, മുറിച്ചു കളയുന്നത് നീ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വലാകിൻ ബിർറുഹാ, മറിച്ച് എന്താണ് വേണ്ട കാര്യം? കുടുംബ ബന്ധങ്ങളോട് അഥവാ കുടുംബക്കാരോട് നീ നന്മ പ്രവർത്തിക്കണം, പുണ്യം ചെയ്യണം. വസിലൂഹാ, അവരോട് നീ കുടുംബ ബന്ധം ചേർക്കുകയും വേണം എന്നാണെന്ന് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും അതുപോലെ തന്നെ ഇമാം മുജാഹിദ്, ഇക്രിമ, ഇമാം അൽ ഹസൻ അൽ ബസ്രി, ഇമാം അദ്ദഹാഖ് റഹ്മഹുമുല്ലാഹ് ഇവരൊക്കെ പറയുന്നതായിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എടുത്തുദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ കുടുംബ ബന്ധങ്ങൾ പുലർത്തിപ്പോരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കുടുംബബന്ധം, എങ്ങനെയാണ് കുടുംബബന്ധം ചേർക്കേണ്ടത്, ആരൊക്കെയാണ് കുടുംബബന്ധത്തിന്റെ പരിധിയിൽ വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അർഹാം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ആ അർഹാമുകൾ, കുടുംബബന്ധം എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ പെടും എന്നുള്ള പരിധി, ഒരു ഹദ് പറയുന്നതിൽ ഫുഖഹാക്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അർഹാം എന്ന് പറഞ്ഞാൽ അത് മഹ്റമുകളാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അനന്തരമെടുക്കുന്ന അനന്തരാവകാശികളെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ അതിൽ ഏറ്റവും ശരിയോടടുത്തത് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതും അത് ഉമ്മയും വാപ്പയുടെയും കുടുംബ പരമ്പരയായിട്ടുള്ള ആളുകളാണ്, ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബങ്ങളാണ് എന്നുള്ളതാണ്. അതവർ അനന്തരമെടുക്കുന്നവരാകട്ടെ
അനന്തരമെടുക്കാത്തവരാകട്ടെ അവരാണ് അർഹാമ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്നും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ബന്ധുക്കൾ അർഹാമിൽ പെടുകയില്ല. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ അഖാരിബുകളും ബന്ധക്കാരും അർഹാമിൽ പെടുകയില്ല. എന്ന് പറഞ്ഞാൽ അവരോട് നന്മ കാണിക്കേണ്ട എന്നല്ല, മറിച്ച് അവരോട് ഇഹ്സാൻ കാണിക്കുക തന്നെ വേണം. അത് അവർക്കിടയിൽ മവദ്ദത്ത്, ഇഷ്ടവും ഇണക്കവും ഉണ്ടാവാൻ അതൊരു കാരണമാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഉപ്പയുടെയും ഉമ്മയുടെയും ബന്ധക്കാർ, കുടുംബക്കാർ എന്നുള്ളതാണ് അർഹാം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം അൻ-നവവി റഹ്മഹുല്ലാ അദ്ദേഹം ഇമാം മുസ്ലിമിന്റെ ശറഹിൽ അദ്ദേഹം വിശദീകരിച്ചത് കാണാം. നിങ്ങൾ കുടുംബ ബന്ധക്കാർ ബന്ധം പുലർത്തുക, അഖാരിബുകളോട് അർഹാമുകളോട് ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇഹ്സാനു ഇലൽ അഖാരിബ്, കുടുംബക്കാർക്ക് ഗുണം ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളതാണ്. അലാ ഹസബി ഹാലിൽ വാസിലി വൽ മൗസൂല, കുടുംബബന്ധം ചേർക്കുന്നവന്റെയും ചേർക്കപ്പെടുന്നവന്റെയും അവസ്ഥക്കനുസരിച്ചുകൊണ്ട് കുടുംബക്കാരിലേക്ക് നന്മ ഗുണം ചെയ്യുക എന്നുള്ളതാണ്. ഫതാറതൻ തകൂനു ബിൽ മാൽ, അപ്പോ കുടുംബക്കാരിലേക്ക് നന്മ ചെയ്യുക, ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ അത് ധനം കൊണ്ടാവാം. വതാറതൻ ബിൽ ഖിദ്മ, മറ്റു ചിലപ്പോൾ അവരെ വല്ല സേവനവും വല്ല ഗുണവും വല്ല സഹായവും ചെയ്തുകൊണ്ടാവാം. വതാറതൻ ബിസിയാറ, അടുത്ത ബന്ധക്കാരുള്ള അല്ല ബന്ധക്കാരിൽപ്പെട്ട ആരെയെങ്കിലും സിയാറത്ത് ചെയ്യുന്നതിലൂടെ, സന്ദർശിക്കുന്നതിലൂടെയും അത് ഉണ്ടാവാം. വതാറതൻ ബിസ്സലാം, സലാം പറയുന്നതിലൂടെയും കുടുംബബന്ധം ചേർക്കൽ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ ഇമാം അൻ-നവവി റഹ്മഹുല്ലാ വിശദീകരിച്ചത് കാണാം. ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്ന കാര്യങ്ങൾ നിർണിതമായി ഇന്ന കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് അഷ്ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ അദ്ദേഹം റിയാദുസ് സ്വാലിഹീന്റെ ശറഹിൽ പറഞ്ഞത് കാണാം. വസിലത്തുൽ അഖാരിബ്, കുടുംബബന്ധം അഥവാ കുടുംബത്തിൽപ്പെട്ട ആളുകളോട് ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ബിമാ ജറാ ബിഹിൽ ഉർഫു, പതിവായി നാട്ടിലുള്ള പതിവ് അത് എങ്ങനെയാണോ നടക്കുന്നത്, ഏതൊക്കെ നിലക്കാണോ ഏത് കാര്യങ്ങൾ കൊണ്ടാണോ നടക്കുന്നത്, വത്തബഅഹുന്നാസ്, ആ നാട്ടിൽ നടക്കുന്ന ഉർഫ പതിവിനനുസരിച്ച് ജനങ്ങൾ എന്താണോ പിൻപറ്റുന്നത് ആ ജനങ്ങളുടെ ഉർഫനുസരിച്ച് കൊണ്ടായിരിക്കും അതെന്തൊക്കെ കാര്യമാണോ ആളുകളിലേക്ക് ചേർക്കേണ്ടത് അത് അതനുസരിച്ച് ചേർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ലിഅന്നഹു, കാരണം തീർച്ചയായും കാര്യം ലം യുബയ്യിൻ ഫിൽ കിതാബി വലാ ഫിസ് സുന്നഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിലൂടെയോ സുന്നത്തിലെയോ വ്യക്തമാക്കി കൊടുത്തിട്ടില്ല നൗഅഹ, ആ കുടുംബ ബന്ധം ചേർക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് അതിന്റെ ഇനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിട്ടില്ല. വജിൻസഹ, അതിന്റെ ഇന്ന വർഗങ്ങളാണ് ഇന്ന കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിട്ടില്ല. വലാ മിഖ്ദാറഹ, ഇത്ര അളവാണ് ഇന്ന അളവ് കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ചുള്ള അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി തന്നിട്ടില്ല. കാരണം ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യുഖയ്യിദുഹു ബിശൈഇൻ മുഅയ്യൻ, ഒരു മുഅയ്യനായ നിർണിതമായ ചില പ്രവർത്തനങ്ങൾ അല്ല ചില കാര്യങ്ങൾ അത് കാണിച്ചു തന്നുകൊണ്ട് ഇതുകൊണ്ടാണ് നിങ്ങൾ കുടുംബബന്ധം പുലർത്തേണ്ടത് എന്നും നബി പ്രത്യേകമാക്കിയിട്ടില്ല. ബൽ അത്ലഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ കുടുംബബന്ധം ചേർക്കൂ എന്ന് മൊത്തത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. വലിദാലിക, കാരണത്താൽ തന്നെ യർജിഉ ഫീഹൽ ഉർഫ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം കുടുംബബന്ധം ചേർക്കുന്ന കാര്യത്തിൽ നാട്ടിലുള്ള ഉർഫ്, ആ നാട്ടിലുള്ള പതിവെന്താണോ എന്തൊക്കെ കാര്യങ്ങളാണോ നാട്ടാചാരം അനുസരിച്ച് നമ്മൾ നന്മയായി കുടുംബബന്ധം ചേർക്കുന്നതായി കാണുന്നത് ആ കാര്യങ്ങളിലേക്ക് മടങ്ങണം. ഫമാ ജറാ ബിഹിൽ ഉർഫു അന്നഹു സില, ഒരു നാട്ടിൽ ഒരു നല്ല കാര്യം അവരുടെ പതിവനുസരിച്ച് ഇന്നതാണ് കുടുംബബന്ധം ചേർക്കൽ എന്നുള്ളതെങ്കിൽ ഫഹുവ സില, അതാണ് കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. വമാ തആറഫ അലൈഹി الناس അന്നഹു ഖത്ഇഅ, നാട്ടിൽ ജനങ്ങളുടെ പതിവനുസരിച്ച്
ഇന്നൊരു കാര്യം അതവർ കുടുംബബന്ധം മുറിക്കലാണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫഹുവ ഖതിഅ, അതാണ് കുടുംബബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ ഇന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധം ചേർക്കണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. എന്തൊക്കെ കാര്യങ്ങളാണോ ഗുണമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നമ്മുടെ പറഞ്ഞ ഉമ്മയും ഉപ്പയും അവരുടെ കുടുംബക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ നിലക്കൊക്കെ നമുക്ക് കുടുംബബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നതാണ്. മഹാനായ ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ അബൂ ജംറ റഹ്മഹുല്ലയുടെ ഒരു ഖൗൽ അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. അതെന്താ അദ്ദേഹം പറയുന്നത് കാണാം. തകൂനു സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ബിൽ മാൽ, ധനം കൊണ്ടുണ്ടാവും. വബിൽ ഔനി അലൽ ഹാജ, ആവശ്യം വരുന്ന സന്ദർഭത്തിൽ ആവശ്യക്കാരനെ സഹായിച്ചുകൊണ്ട് അത് ഏത് നിലക്കായാലും ഉണ്ടാവും. അതുപോലെ തന്നെ വയദ്ഫഉ ദററ, കുടുംബ ബന്ധക്കാരിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും അതിൽപ്പെടും. വബിത്വലാഖത്തിൽ വജ്ഹ്, നല്ല മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിയോടുകൂടി അടുത്ത ബന്ധക്കാരെ അഭിമുഖീകരിക്കുക എന്നുള്ളതും കുടുംബബന്ധം ചേർക്കുന്നതിൽപ്പെട്ടതാണ്. വബിദ്ദുആ, അടുത്ത ബന്ധക്കാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും കുടുംബബന്ധം ചേർക്കുന്നതിൽപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു വൽ മഅനൽ ജാമിഅ, ഇതിനൊരു എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു അർത്ഥം അദ്ദേഹം പറയുകയാണ്. കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുമ്പോൾ എന്തെല്ലാം പെടും? ഈസാലു മാ അംകന, സാധിക്കുന്ന കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്, കുടുംബക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതെന്തിനാൽ? മിനൽ ഖൈർ, ഖൈറിനാൽ, നന്മയാൽ. അപ്പൊ നന്മയായിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ അർഹാമുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുമോ അതൊക്കെ എത്തിക്കാം. ആ നന്മകളെല്ലാം കുടുംബബന്ധം ചേർക്കുന്നതിൽ ഉൾപ്പെടുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തടുക്കാൻ സാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെന്തിനാൽ? മിനശ്ശർ, തിന്മയാൽ. അപ്പൊ ആ കുടുംബക്കാരിൽ നിന്നും എന്തെല്ലാം തിന്മ നമുക്ക് തടുക്കാൻ സാധിക്കുമോ ആ നിലക്കൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, പ്രതിരോധിക്കുക, അത് എല്ലാം കുടുംബബന്ധം ചേർക്കുന്നതിൽ പെട്ടതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഒരാളുടെ കഴിവനുസരിച്ച് ഈ നിലക്ക് അവന് പ്രവർത്തിക്കാവുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞ ആരിലേക്കാണ് ഈ കുടുംബബന്ധം ചേർക്കുക? പല സൈസ് ആളുകൾ ഉണ്ടാവുമല്ലോ. ചില ആളുകൾ തെമ്മാടികളായിരിക്കും, ചില ആളുകൾ കുഫാറുകളായിരിക്കും, ചിലപ്പോൾ സഹോദരൻ കുഫാറായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇതെപ്പോഴാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ഥിരമാവുക? ഈ കുടുംബ ബന്ധത്തിന്റെ ആളുകൾ, അർഹമായ ആളുകൾ അഹ്ലസ്തിഖാമ, നേരെ ചൊവ്വേ ദീനിൽ നിലകൊണ്ട് ശരിയായ മനഹജോടുകൂടി ജീവിക്കുന്ന ആ കുടുംബങ്ങളെ സംബന്ധിച്ചാണ് ഇപ്രകാരം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫഇൻ കാനൂ കുഫാറൻ വഫുജ്ജാറ വഇൻ കാനൂ കുഫാറൻ ഔ ഫുജ്ജാറ, ഇനി അഖാരിബുകൾപ്പെട്ട ചിലപ്പോൾ സ്വന്തം സഹോദരർ തന്നെ കാഫിറായിരിക്കും. അങ്ങനെ വന്നാൽ അല്ലെ ഫുജ്ജാറൻ തെമ്മാടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫമുഖാതഅതുഹും ഫില്ലാഹ്, അവരോട് മുഖാതഅ, ഒരു മുറിവ്, ഒരു വേർപ്പെടൽ, ഒരു ബന്ധവിച്ഛേദനമാണ് ഉണ്ടാവേണ്ടത്. ഹി അസ്ലത്തുഹും, അതിന് വേറിട്ട് നിൽക്കുക എന്നുള്ളതാണ് അവരോടുള്ള കുടുംബബന്ധം ചേർക്കൽ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, നമ്മൾ പാടേ വേറിട്ട് നിൽക്കുകയല്ല. ഇപ്പൊ സഹോദരനോ അല്ലെ ബന്ധക്കാരിൽപ്പെട്ട ആരെങ്കിലും കുഫാറോ ഫുജ്ജാറോ തെമ്മാടിയോ ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു നിബന്ധനയുണ്ട്. അദ്ദേഹം പറയുന്നു ബിശർത്തി ബദ്ലിൽ ജുഹ്ദി ഫി വഅസിഹിം, അവരെ ഉപദേശിക്കുന്നതിലുള്ള പരിശ്രമം നല്ലോണം ധാരാളമായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കണം. അവർ നല്ല ദീനിലേക്ക് മടങ്ങി വരാൻ വേണ്ടി, ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ നേരായ പാതയിലേക്ക് മടങ്ങി വരാൻ വേണ്ടി അവരെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. അവർ തിന്മയിൽ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്, വാശി പിടിക്കുകയാണെങ്കിൽ അവരെ അറിയിക്കുകയും വേണം. ഈ ബന്ധവിച്ഛേദനം അവർ ഹക്കിൽ നിന്നും തഖല്ലുഫ് പിന്തിയ കാരണത്താലാണ് എന്നുകൂടി അവർക്ക് അറിയിച്ചു കൊടുക്കുകയും വേണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതോടുകൂടി അവരുള്ള ആ സിലത്ത്, ഒരു ബന്ധമുണ്ട്, കുടുംബ ഒരു ചേർക്കലുണ്ട്, അത് ഇല്ലാതായി പോകരുത്. അതെന്താ? അവർക്ക് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിലൊക്കെ അവർക്ക് വേണ്ടി
ദുആ ചെയ്യണം. എന്തിനു വേണ്ടി? അയ്യഊദു ഇല ത്വരീഖിൽ മുസ്ലാ, നല്ല ശ്രേഷ്ഠതമായ ആ ഇസ്ലാമിന്റെ വഴികളിലേക്ക് അവർ മടങ്ങി വരാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഒരു കുഫാറാണെങ്കിൽ പോലും അല്ലെ ഫുജ്ജാർ തെമ്മാടിയാണെങ്കിൽ പോലും അവരെ നല്ല നിലക്ക് നമ്മൾ ദീനിലേക്ക് വരാൻ വേണ്ടി ഉപദേശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതും കുടുംബ ബന്ധത്തിൽപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ കുഫാർ ഉമ്മയും ഉപ്പയുമാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ളാഹ് പറഞ്ഞത് കാണാം, കുഫാറാണെങ്കിൽ അവൻ അഖാരിബുകളിൽപ്പെട്ട റഹാമികളിൽപ്പെട്ട സഹോദരനോ അങ്ങനെയുള്ള ആളാണെങ്കിൽ അവിടെ ബന്ധം ചേർക്കൽ നിർബന്ധമില്ല. എന്നാലും അവിടെ നല്ലത് അവരോട് ചേർക്കുക. കാരണം എന്താ? നമ്മൾ അവരോട് അടുക്കും തോറും അവർക്ക് നമ്മളിലേക്ക് ആ ഇസ്ലാമിനോട് ആകർഷണ ഒരു അടുപ്പമുണ്ടാവും. അത് നമ്മൾ മുഖേന അതൊരു സബബായി തീരുകയും ചെയ്യും എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ളാഹ് പറയുന്നുണ്ട്. എന്നാൽ ഉമ്മയും ഉപ്പയുമാണെങ്കിൽ അവിടെ ഇഹ്സാൻ കാണിക്കൽ വുജൂബാണ്. അത് കാഫിറാണെങ്കിൽ പോലും ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സൂചിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് അവരോട് ബന്ധം ചേർക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ഉമ്മയും ഉപ്പയുമായാൽ. അപ്പോ ഇങ്ങനെയാണ് ബന്ധം ചേർക്കുക എന്നുള്ളത്. ബന്ധം ചേർക്കുമ്പോൾ ആളുകളുടെ അവസ്ഥയും ഈ നിലയ്ക്ക് നമ്മൾ പരിഗണിക്കണം. ഇനി കുടുംബബന്ധം ചേർക്കുന്നത് കൊണ്ടുള്ള അതിന്റെ ഗൗരവത്തെക്കുറിച്ച് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ ഒരു ബാബ് തന്നെ ബാബു വുജൂബി സിലത്തിർ റഹിം, കുടുംബബന്ധം ചേർക്കൽ നിർബന്ധമാണ് എന്നുള്ള അധ്യായമാണ്. ആ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്ത ചില ഹദീസുകൾ കുടുംബബന്ധത്തെക്കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി നാം സൂചിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഏതാ വഅൻസിർ അശീറതകൽ അഖ്റബീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്ലാഹു ആയത്തിറക്കി. നിന്റെ അഖ്റബീൻ, നിന്റെ കുടുംബക്കാരോട് ബന്ധക്കാരിലേക്ക് നീ അടുത്ത ബന്ധക്കാരിലേക്ക് നീ താക്കീത് ചെയ്യുക എന്ന് പറഞ്ഞു. അത് കാഫിറും പെട്ടു, വിശ്വസിച്ചവനും പെട്ടു, വിശ്വസിക്കാത്തവനും പെട്ടു, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്. ഈ ആയത്തിറക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേൽക്കുകയും ഫനാദ, എന്നിട്ട് അവരെ വിളിച്ചു പറയുകയും ചെയ്യും, കാര്യം വിളിച്ചു പറയുകയും ചെയ്തു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? യാ ബനി കഅബ് ഇബ്നു ലുഅയ്, കഅബ് ഇബ്നു ലുഅയിന്റെ മക്കളെ, അൻഖിദു അൻഫുസകും മിനൻ നാർ, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കുക. യാ ബനി അബ്ദി മനാഫ്, അബ്ദു മനാഫിന്റെ മക്കളെ, അൻഖിദു അൻഫുസകും മിനൻ നാർ, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. യാ ബനി ഹാഷിം, ഹാഷിമിന്റെ മക്കളെ, അൻഖിദു അൻഫുസകും മിനൻ നാർ, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, അൻഖിദു അൻഫുസകും മിനൻ നാർ, നരകത്തിൽ നിന്നും നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ കാത്തുകൊള്ളുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ഫാത്തിമതു ബിൻത മുഹമ്മദിൻ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ എന്ന് വിളിച്ചുകൊണ്ട്, സ്വന്തം മകളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൻഖിദി നഫ്സകി മിനൻ നാർ, നിന്റെ നഫ്സിനെ നീ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. കാരണം ഫഇന്നി ലാ അംലികു ലകി മിനല്ലാഹി ശൈആ, നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അത് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്കൊരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് നീ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് നീ കാത്തുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് ഗൈറ അന്ന ലക്കും റഹിമ, എങ്കിലും നിങ്ങളോട് റഹിമ, കുടുംബ ബന്ധമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഅബുല്ലുഹാ ബിബിലാലിഹാ, ആ കുടുംബ ബന്ധത്തെ അതിന്റെ വെള്ളം കൊണ്ട് ഞാൻ നനക്കുന്നതാണ്. അത് അറബികൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ബുല്ലു അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ നനക്കുക, വലൗ ബിസ്സലാം, ഒരു സലാം പറഞ്ഞുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ നനച്ചുകൊള്ളുക. നനച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അത് അറബികൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. കുടുംബ ബന്ധം ചേർക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. മഹാനായ ഇബ്നുൽ അസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നിഹായ ഫി ഗരീബിൽ ഹദീസിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം,
ആ ബുല്ലു അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ നനക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നിങ്ങൾ ആ കുടുംബ ബന്ധത്തെ നനക്കുക, ബിസ്യുലത്തിഹ, ആ കുടുംബ ബന്ധം ചേർത്തുകൊണ്ട് നിങ്ങൾ അതിനെ നനക്കുക എന്നുള്ളതാണ്. ഈ നനക്കുക എന്നുള്ളത് വഹും യുത്ലിഖൂന നദാവ, നനക്കുക എന്നുള്ളതിനെ അറബികൾ നിരുപാധികം പ്രയോഗിച്ചിട്ടുണ്ട് അലസ്സില, കുടുംബബന്ധം ചേർക്കുന്നതിന്. അതിനെപ്പറ്റി കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതിന് അവർ ഉപയോഗിച്ചതാണ് നനക്കുക എന്നുള്ളത്. കമാ യുത്ലിഖൂനൽ യുബ്സ അലൽ ഖതിഅ, കുടുംബബന്ധം മുറിക്കുക എന്നുള്ളതിന് അവർ യുബ്സ്, ഉണങ്ങുക എന്നുള്ളത് പ്രയോഗിച്ചതുപോലെ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതിന് നനക്കുക എന്ന് അറബികൾ പ്രയോഗിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നുൽ അസീർ റഹ്മഹുല്ലാ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ കുടുംബ ബന്ധം ചേർക്കൽ വളരെ വുജൂബായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഇതെല്ലാം ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ എടുത്തു കൊടുത്ത ഹദീസാണ്. ഇമാം ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹു അദബുൽ മുഫ്രദിൽ എടുത്തു കൊടുത്ത ഹദീസും കൂടിയാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അഖ്ബിർനി മാ യുഖർരിബുനി മിനൽ ജന്ന, നബിയേ സ്വർഗ്ഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, അറിയിച്ചു തരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. വയുബാഇദുനി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന കാര്യവും എനിക്ക് പറഞ്ഞു തരിക നബിയെ. നരകത്തിൽ നിന്ന് അകറ്റുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടി തഅബുദുല്ലാഹ് വലാ തുശ്രിക് ബിഹി ഷൈഅ. അതിൽ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം, നീ അല്ലാഹുവെ ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക. വലാ തുശ്രിക് ബിഹി ഷൈഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒന്നിനെയും പാടില്ല, ഒരു ചെറിയ കല്ലിനെ പോലും പാടില്ല. അതാണ് ഖുർആന്റെ ആയത്ത്, വലാ തുശ്രിക്, നീ പങ്കു ചേർക്കരുത്. അത് വിരോധമാണ്. ആ വിരോധത്തിന് ശേഷം ഷൈഅ എന്നത് അറബി പ്രയോഗത്തിൽ ഒരു നെക്കിറയാണ്. അങ്ങനെ നഹീക്ക് ശേഷം ഒരു വിരോധത്തിന് ശേഷം ഷൈഅൻ നെക്കിറയായി പറഞ്ഞാൽ ഒമൂം എന്നാ പറയുക, എല്ലാം വിട്ട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ട് വതുഖീമുസ് സ്വലാഹ്, നീ നമസ്കാരം നിലനിർത്തണം. വതുഅതി സക്കാഹ്, സക്കാത്ത് നൽകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് എന്താ? വതസിലുർ റഹിം, നീ കുടുംബബന്ധം ചേർക്കണമെന്നുള്ളതാണ്. അപ്പൊ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് കൊണ്ട് നരകത്തിൽ നിന്ന് അകലാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒരു കാര്യമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് തന്നെ സൂറത്തുൽ അഹ്സാബിൽ ഇറക്കിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സഹാബാക്കൾ, അന്ന് അവരുടെ സാഹോദര്യം അത്രത്തോളമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത സാഹോദര്യം അനുസരിച്ച് ആ മുഹാജിറുകളെ അൻസാറുകൾ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ സഹോദര്യ ബന്ധവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ അൻസാരികളിൽ നിന്ന് അനന്തരാവകാശം പോലും, കുടുംബ ബന്ധം പോലും ഇല്ലാത്ത മുഹാജിറുകൾ എടുക്കാറുണ്ടായിരുന്നു. അത്രക്കും ബന്ധമായിരുന്നു അന്ന്. കുടുംബ ബന്ധം ഇല്ലാഞ്ഞിട്ടും അന്ന് അനന്തരാവകാശത്തിന്റെ നിയമം അള്ളാഹു ഇറക്കിയിട്ടില്ല. ആ സമയത്ത് ഒരു സാഹോദര്യത്തിന്റെ മാത്രം ഫലമായി കൊണ്ട് അൻസാറുകളുടെ അനന്തരാവകാശം മുഹാജിറുകൾ എടുക്കാറുണ്ടായിരുന്നു. പിന്നെ അള്ളാഹു സൂറത്തുൽ അഹ്സാബിലെ ആയത്തിറക്കി അത് നീക്കിക്കളഞ്ഞത്. അപ്പൊ അത്രക്കും സാഹോദര്യ ബന്ധം, ആ ഒരു ബന്ധം അവിടെ ഉണ്ടായിരുന്നു. എന്ന് അള്ളാഹു അവിടെ ആയത്തിറക്കിയത് എന്താ? അവരെക്കാളും മുഹാജിറുകളെക്കാളും ഏറ്റവും അർഹർ അത് കുടുംബത്തിൽ അടുത്തവരാണ്, ഉലുൽ അർഹാം, അർഹാമുകളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയതിലൂടെ അതവിടെ അവസാനിച്ചു. എന്നാലും അത്രക്കും ബന്ധങ്ങളും ഉള്ള ആളുകളായിരുന്നു അൻസാറുകളും മുഹാജിറുകളും. ഇന്നത്തെ സ്ഥിതി എന്താ? അനന്തര സ്വത്ത് നേടാൻ വേണ്ടി സ്വന്തം സഹോദരനെ പോലും കൊല്ലുന്ന ആളുകളാണ്. അന്നോ സ്വന്തം കുടുംബത്തിലല്ലാത്ത മുഹാജിറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത സാഹോദര്യത്തിന്റെ ഫലമായി കൊണ്ട് അവരുടെ സ്വത്തിൽ നിന്ന് അനന്തരം പോലും നൽകിയിരുന്ന ആളുകളായിരുന്നു അൻസാറുകൾ. അതാണ് സഹാബാക്കളുടെ ഗുണം. ഏതായാലും
കുടുംബ ബന്ധത്തിന്റെ ശ്രേഷ്ഠത അതിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അതാ റജുലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഖറാബ, എനിക്ക് കുടുംബ ബന്ധമുണ്ട്. അസിലുഹും, ഞാൻ കുടുംബ ബന്ധം ചേർക്കാറുമുണ്ട്. പക്ഷേ വയഖ്തഊൻ, അവര് ഞാൻ കുടുംബബന്ധം ചേർക്കുമ്പോഴൊക്കെ അവർ എന്നോട് കുടുംബബന്ധം മുറിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. അവർ മുറിച്ചു കളയുകയാണ്. വഉഹ്സിനു ഇലൈഹിം, ഞാൻ അവരിലേക്ക് ധാരാളം ഗുണങ്ങളും നന്മകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വയുസീഊന ഇലയ്യ, എന്നിലേക്ക് തിരിച്ചവർ തിന്മകളാണ്, മോശമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയജ്ഹലൂന അലയ്യ, അവരിലേക്ക് ജഹ്ലി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഹദ്ദിസുകൾ വിശദീകരിച്ചത് കാണാം, അവർ എന്നെ മോശമായ വാക്ക് പറഞ്ഞ് തെറി വിളിക്കുകയാണ് അവർ എന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ വഅഹ്ലുമു അൻഹും, ഞാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്. ഞാൻ അവർക്ക് കുടുംബബന്ധം ചേർക്കും, ഗുണം ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ അവർ എന്നോട് കുടുംബബന്ധം വിച്ഛേദിക്കുകയാണ്, എന്നെ ചീത്ത പറയുകയാണ്, എന്നിലേക്ക് മോശം കാണിക്കുകയാണ്. ആ സന്ദർഭത്തിലൊക്കെ വഅഹ്ലുമു അൻഹും, അവരെ തൊട്ട് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ് നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഇൻ കാന കമാ തഖൂൽ, നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ, കഅന്നമാ തുസിഫുഹുൽ മല്ലഹ്, നീ അവരെ അൽ മല്ലഹ്, ചൂടുള്ള ചാരം തീറ്റിപ്പിക്കുന്നത് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ അതിന്റെ ഉദ്ദേശം? നീ അവരെ ചൂടുള്ള ചാരം തീറ്റിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇമാം ജമാലുദ്ദീൻ അൽ ഫതന്നി അൽ ഗുജറാത്തി, ഇന്ത്യയിൽ ജീവിച്ച് ഗുജറാത്തിൽ ജീവിച്ച് മരിച്ചു പോയ, ഹിജ്റ 986 മരിച്ച ഗുജറാത്തിൽ ജീവിച്ചൊരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മജ്മഉ ബിഹാരിൽ അൻവാർ എന്ന കിതാബിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് കാണാം. അന്ന അതാഅക ഇയ്യാഹും, അവർ നിന്നോട് ഉപദ്രവം കാണിച്ചത് കൊണ്ടൊക്കെ തന്നെ എന്നിട്ടും നീ അവരിലേക്ക് ഗുണം നൽകുക എന്നുള്ളത് ഹറാമുൻ അലൈഹിം, അത് അവരുടെ മേൽ ഹറാമാണ്. വനാറും ഫീ ബുത്തൂനിഹിം, അത് അവരുടെ വയറ്റിലുള്ള തീയും കൂടിയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. ഇമാം നവവി റഹ്മഹുള്ളയും ശറഹ് മുസ്ലിമിൽ വിശദീകരിച്ച് കാണാം, കഅന്നഹാ തുത്ഇമുഹുർ റമാദൽ ഹാറ, ചൂടുള്ള വെണ്ണീര് ചാരം നീ അവരെ ഭക്ഷിപ്പിക്കുന്നത് പോലെയാണ്. കാരണം അവർക്ക് നീ ഗുണം ചെയ്തിട്ടും അവർ അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് അവർക്ക് വലിയ കുറ്റമാണ് അതുകൊണ്ടുള്ളത്. മറ്റു ചില ആളുകൾ മറ്റു നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അഥവാ അവർ നിന്നിലേക്ക് മോശം പ്രവർത്തിക്കുമ്പോഴും നീ അങ്ങോട്ട് ഗുണം ചെയ്യുക എന്നുള്ളത് അത് അവർക്ക് തന്നെ ഒരു നിന്ദതയാണ്, ഒരു മോശമായി അവർക്ക് തന്നെ തോന്നും എന്നാണ് അതിന്റെ ഉദ്ദേശമെന്നും വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അദ്ദേഹത്തോട് ഇങ്ങോട്ട് മോശമായി പെരുമാറിയിട്ടും അങ്ങോട്ട് അദ്ദേഹം ബന്ധങ്ങൾ ചേർത്തുകൊണ്ടേയിരുന്നു, അവർക്ക് വേണ്ടി അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ ഫായിദയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, ഒരാൾ ഇങ്ങോട്ട് ഉപദ്രവിച്ച അതേ തിന്മയിലൂടെ അങ്ങോട്ട് തന്നെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ക്ഷമിക്കുക, അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക, അതുകൊണ്ടായിരിക്കും വലിയ ഖൈർ ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ഏതായാലും ഇതിലൊക്കെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിന്റെ ബാക്കി പറഞ്ഞത് കാണാം, വലാ യസാലു മഅക മിനല്ലാഹി ദഹീറാ അലൈഹിം മാ ദുംത അലാ ദാലിക്, ഇങ്ങനെ നീ അവർക്ക് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവർക്കെതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു ദഹീർ, ഒരു സഹായി അല്ലാഹു വെച്ചു തരും. അപ്പൊ അത് കുടുംബ ബന്ധം ചേർക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. കുടുംബ ബന്ധം ഏതെല്ലാം നിലക്ക് നമുക്ക് ചേർക്കാൻ പറ്റുമോ ആ നിലക്കൊക്കെ ഗുണം ചെയ്തുകൊണ്ട് നമ്മൾ ചേർക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. കുടുംബ ബന്ധം ചേർക്കുന്നതിനെ കുറിച്ച്, അതിന്റെ ഗൗരവത്തെക്കുറിച്ചുള്ള ഹദീസുകൾ മാത്രമാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. ഖാല അല്ലാഹു അസ്സ വജല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അനർ റഹ്മാൻ,
ഞാനാണ് റഹ്മാൻ. വഅന ഖലഖ്തുർ റഹ്മ, കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചവൻ ഞാനാണ്. വസ്തഖഖ്തു ലഹാ മിൻ ഇസ്മി വസ്തഖഖ്തു ലഹാ, ആ അർ-റഹിം എന്നുള്ള പദത്തെ ഞാൻ പിടിച്ചെടുത്തിട്ടുള്ളത് മിനിസ്മി, എന്റെ റഹ്മാൻ എന്നുള്ള ഇസ്മിൽ നിന്നാണ്. റഹിം കുടുംബ ബന്ധം എന്നുള്ളതിന്റെ ആ റഹിം എന്ന പദം റഹ്മാൻ എന്നുള്ള ഇസ്മിൽ നിന്നാണ് ഞാൻ പിടിച്ചെടുത്തിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ഫമൻ വസലഹാ, അപ്പോൾ ആരാണോ ആ കുടുംബ ബന്ധം ചേർത്തിട്ടുള്ളത്, വസൽതുഹു, അവനോട് ഞാനും ബന്ധം ചേർക്കുന്നതാണ്. വമൻ ഖതഅഹാ, അപ്പോൾ ആരാണോ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നത്, ബതത്തുഹു, അവനോട് ഞാനും ബന്ധം വിച്ഛേദിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ റഹ്മാൻ എന്ന അല്ലാഹുവിന്റെ ഇസ്മിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ട റഹിം എന്ന പദം അതിനത്രക്കും ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദീകരണത്തിൽ അല്ലാമ ഇമാം മുനാവി റഹ്മഹുല്ല ഫൈദുൽ ഖദീറിൽ വിശദീകരിച്ചത് കാണാം. ഐ മൻ റാആ ഹുഖൂഖഹാ, കുടുംബ ബന്ധക്കാർ ആ കുടുംബങ്ങളോട് അവകാശങ്ങൾ ആരാണോ സൂക്ഷിക്കുന്നത്, റഅയ്തു ഹഖ്ഖഹ, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഞാനും അവന്റെ ഹക്ക് സംരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹക്ക് സംരക്ഷിക്കുന്നതാണ്. വവഫൈതു സവാബഹ, അവന്റെ പ്രതിഫലം ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അപ്പൊ ഇത്രയ്ക്കും ഫദ്ലുകളുള്ള, ധാരാളം ശ്രേഷ്ഠതകളുള്ള ഒരു വിഷയമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം കുടുംബ ബന്ധം എങ്ങനെയാണ് ചേർക്കുക എന്നുള്ളതിനെ കുറിച്ചും ആരാണ് കുടുംബ ബന്ധത്തിൽ ഏറ്റവും അർഹർ, കുടുംബ ബന്ധക്കാർ എന്നുള്ളതാണ്. അത് തന്നെ ഏറ്റവും അക്രബാരിൽ നിന്ന് തുടങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് ചെയ്തു, ഉമ്മയോട് 3 വട്ടം വസിയത്ത് ചെയ്തു, എന്നിട്ട് ഉപ്പയോട് വസിയത്ത് ചെയ്തു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വസിയത്ത് ചെയ്തത് ഏറ്റവും അടുത്ത ബന്ധക്കാർക്കാണ്. ബിൽ അഖ്റബ് ഫൽ അഖ്റബ്, അങ്ങനെ കുടുംബത്തിൽ ഉപ്പ, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഉപ്പ, ഉമ്മ, വല്യാപ്പ, മക്കൾ, പേരക്കുട്ടികൾ, അങ്ങനെ അടുത്തടുത്ത ആ നിലക്കാണ് അതിന്റെ ബന്ധം വരിക. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അവരിലേക്ക് എന്ത് ചെയ്യുക, ഏതൊക്കെ നിലക്ക് ഗുണം ചെയ്യാൻ പറ്റുമോ ആ നിലക്കൊക്കെ നമ്മൾ ഗുണം ചെയ്യാൻ ശ്രമിക്കുക. ഇനി കുടുംബ ബന്ധം ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ധാരാളം ഫദ്ലുകൾ, വലിയ വലിയ ഫദ്ലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ ആ ഫദ്ല് മനസ്സിലാക്കി, മഹത്വം മനസ്സിലാക്കുകയും കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഹക്കിന്റെ ആളുകളെ ജീവിക്കാനും ഹക്കിൽ അടിയുറച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.